നമസ്കാരം. പശ്ചിമേഷ്യയിൽ കത്തിക്കൊണ്ടിരിക്കുന്ന സംഘർഷത്തിന്റെ ചൂട് ഇനി പരമ്പരാഗത യുദ്ധഭൂമികളുടെ അതിരുകൾ കടന്ന് സാങ്കേതിക ലോകത്തേക്കും ആഗോള സാമ്പത്തിക ഘടനയിലേക്കും പടരാനുള്ള സൂചനകൾ വ്യക്തമായി കാണുകയാണ്. സൈനിക കേന്ദ്രങ്ങൾക്കും ഭൂപ്രദേശങ്ങൾക്കും അപ്പുറം ലോകത്തെ നിയന്ത്രിക്കുന്ന ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യങ്ങളും കോർപ്പറേറ്റ് ശക്തികളും തന്നെ ലക്ഷ്യങ്ങളാകുന്ന ഒരു പുതിയ ഘട്ടത്തിലേക്കാണ് സാഹചര്യം നീങ്ങുന്നത്. ഇറാനിയൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് നൽകിയ മുന്നറിയിപ്പ് അമേരിക്കൻ വൻകിട ടെക്നോളജി വ്യവസായ കമ്പനികളെ ഭാവി ലക്ഷ്യങ്ങളാക്കി പരിഗണിക്കാമെന്നത് ഈ മാറ്റത്തിന്റെ ഭീകരത കൂടുതൽ തെളിയിക്കുന്നു. ഇത് സാധാരണ രാഷ്ട്രീയ പ്രസ്താവനയല്ല, യുദ്ധത്തിന്റെ സ്വഭാവം തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണെന്ന ശക്തമായ സൂചന കൂടിയാണ്. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമാകുന്നതിനിടെ മൈക്രോസോഫ്റ്റ്, ആപ്പിൾ, ഗൂഗിൾ, ഇന്റൽ, ബോയിങ് തുടങ്ങിയ വൻകിട അമേരിക്കൻ കമ്പനികൾക്കെതിരെ മുന്നറിയിപ്പുമായി ഇറാനിയൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഇസ്രയേലും നടത്തുന്ന ഭീകര പ്രവർത്തനങ്ങൾക്കുള്ള മറുപടിയായി ഈ കമ്പനികളെ ലക്ഷ്യങ്ങളാക്കി പരിഗണിക്കുമെന്ന് വ്യക്തമാക്കി രംഗത്തെത്തിക്കഴിഞ്ഞു. കൊലപാതകങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിലും നടപ്പാക്കുന്നതിലും അമേരിക്കൻ IT കമ്പനികളും നിർമ്മിത ബുദ്ധി കമ്പനികളും പ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെന്ന് IRGC പ്രസ്താവനയിൽ പറഞ്ഞു. ഇറാനിൽ നടത്തുന്ന ഓരോ ഭീകരവാദ പ്രവർത്തനത്തിനും പകരമായി ഈ കമ്പനികളുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങൾ ആക്രമിക്കപ്പെടുമെന്ന് IRGC പ്രഖ്യാപിച്ചതായി പ്രസ് ടിവിയാണ് റിപ്പോർട്ട് ചെയ്തത്. യുദ്ധം മുറുകിയതോടെ ഗൾഫ് മേഖലയിലെ US കമ്പനികളുടെ നിക്ഷേപം പ്രതിസന്ധിയിലാകുമെന്ന ആശങ്കയുണ്ട്. ഈ മാസം ആദ്യം UAE-യിലെ ആമസോൺ വെബ് സർവീസസിന്റെ ഡേറ്റാ സെന്ററുകളിൽ ഡ്രോണുകൾ പതിച്ചതായി കമ്പനി സ്ഥിരീകരിച്ചിരുന്നു. സംഘർഷം മുന്നോട്ട് പോകുന്നത് മേഖലയിലെ അത്യാധുനിക ഡേറ്റാ സെന്ററുകളുടെയും IT ഇൻഫ്രാസ്ട്രക്ചറിന്റെയും സുരക്ഷാ ഭീഷണിയിലാക്കുകയാണ്. നിർമ്മിത ബുദ്ധി അധിഷ്ഠിത പദ്ധതികൾക്കായി ഈ മേഖലയിൽ US കമ്പനികൾ ഇതിനകം കോടികൾ മുടക്കിയിട്ടുണ്ട്. ഈ ആശങ്കകൾ വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ US ടെക് കമ്പനികളെ തങ്ങൾ ലക്ഷ്യമിടുമെന്ന് ഇറാൻ പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ ഉപരോധം ഏർപ്പെടുത്തിയതിനു പിന്നാലെ ഈ മേഖലയിലെ സമുദ്രത്തിൽ വിന്യസിച്ചിരിക്കുന്ന ഇന്റർനെറ്റ് കേബിളുകളെ ഇറാൻ ലക്ഷ്യമിടുമെന്ന ആശങ്കയും ഇതോടെ ശക്തമാവുകയാണ്. ഇത്തരമൊരു നീക്കം യഥാർത്ഥമായാൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ സൈനിക തലത്തിൽ മാത്രം ഒതുങ്ങില്ല. ആഗോള സമ്പദ് വ്യവസ്ഥ, സൈബർ സുരക്ഷ, വിവരാന്വേഷണം, വ്യോമഗതാഗതം, പ്രതിരോധ വ്യവസ്ഥകൾ എന്നിവയെല്ലാം നേരിട്ട് ബാധിക്കപ്പെടാനിടയുണ്ട്. ടെക് കമ്പനികൾ ഇന്ന് വെറും സ്വകാര്യ സ്ഥാപനങ്ങളല്ല, രാജ്യങ്ങളുടെ അടിസ്ഥാന പ്രവർത്തനങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന ഡിജിറ്റൽ നാഡീവ്യൂഹം തന്നെയാണ്. ഈ സാഹചര്യത്തിൽ അവയ്ക്കെതിരെ സൈബർ ആക്രമണങ്ങൾ, ഡേറ്റ ചോർച്ച, സാറ്റലൈറ്റ് സംവിധാനങ്ങൾക്കെതിരായ ഇടപെടൽ അല്ലെങ്കിൽ സപ്ലൈ ചെയിൻ തകർക്കൽ പോലുള്ള നീക്കങ്ങൾ ഉണ്ടായാൽ അതിന്റെ ആഘാതം അതിർത്തികൾക്കപ്പുറം വ്യാപിക്കും. ഇത് യുദ്ധത്തിന്റെ ഗതി എങ്ങനെ മാറ്റും? ഒന്നാമതായി, യുദ്ധഭൂമി ഭൗതികതയിൽ നിന്ന് സൈബർ വിവര മേഖലയിലേക്ക് വ്യാപിക്കും. അദൃശ്യ യുദ്ധം എന്ന ആശയം യാഥാർത്ഥ്യമായി മാറും. രണ്ടാമതായി, രാഷ്ട്രങ്ങൾക്കൊപ്പം ബഹുരാഷ്ട്ര കമ്പനികളും യുദ്ധത്തിലെ സജീവ പങ്കാളികളായി മാറും. ചിലപ്പോൾ ലക്ഷ്യങ്ങളായി, ചിലപ്പോൾ പ്രതിരോധ ശക്തികളായി. മൂന്നാമതായി, പ്രതികാര നടപടികൾ അനിശ്ചിതത്വം നിറഞ്ഞതായിരിക്കുമെന്നതാണ്. കാരണം സൈബർ ആക്രമണങ്ങളുടെ ഉറവിടം കണ്ടെത്തുക പ്രയാസകരമാണ്. ഇതുവഴി തെറ്റായ കണക്കുകൂട്ടലുകൾക്കും അനാവശ്യമായ വലിയ സൈനിക ഏറ്റുമുട്ടലുകൾക്കും സാധ്യത വർദ്ധിക്കും. ഇതോടൊപ്പം സാമ്പത്തിക യുദ്ധം കൂടുതൽ ശക്തമാകും. ഓഹരി വിപണികൾ ഇടിയുക, നിക്ഷേപ വിശ്വാസം തകർന്നു പോവുക, ആഗോള വ്യാപാര ശൃംഖലകൾ തകരുക ഇവയെല്ലാം യുദ്ധത്തിന്റെ പുതിയ ആയുധങ്ങളാണ്. സാധാരണ ജനങ്ങളുടെ ജീവിതം പോലും നേരിട്ട് ബാധിക്കപ്പെടും. കാരണം ഇന്നത്തെ ലോകം ഡിജിറ്റൽ സേവനങ്ങളോട് പൂർണ്ണമായും ആശ്രിതമാണ്. ഒരു വലിയ ടെക് കമ്പനിയുടെ പ്രവർത്തനം പോലും തടസ്സപ്പെട്ടാൽ ബാങ്കിംഗ് മുതൽ ആരോഗ്യ പരിചരണം വരെ പല മേഖലകളും തകരാൻ ഇടയാകും. ഈ മുന്നറിയിപ്പ് ഒരു വലിയ യാഥാർത്ഥ്യം തുറന്നു കാട്ടുന്നു. ഭാവിയിലെ യുദ്ധങ്ങൾ ഇനി ടാങ്കുകളും മിസൈലുകളും മാത്രം നിയന്ത്രിക്കുന്നതല്ല. ഡാറ്റ, അൽഗോരിതങ്ങൾ, നെറ്റ്വർക്ക് നിയന്ത്രണം എന്നിവയാണ് പുതിയ ശക്തി അല്ലെങ്കിൽ ആയുധങ്ങൾ. ഈ സാഹചര്യത്തിൽ ഒരു ചെറിയ നീക്കവും ആഗോളതലത്തിൽ വൻ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇത്തരം നടപടികൾ തുടർന്നാൽ ലോകം ഒരു അനിശ്ചിതവും അതീവ അപകടകരവുമായ യുദ്ധഘട്ടത്തിലേക്ക് കടക്കുമെന്ന ഭയം ഇനി യാഥാർത്ഥ്യമാവുകയാണ്.